Hey fam, it's Lakshmi here and guess what? The weekend is here and so is a brand new vlog just for you. എല്ലാ തവണത്തെ പോലെ മൂവി ആൻഡ് ഫുഡിങ് മാത്രമല്ല ഇന്നൊരു ചെറിയ ഷോപ്പിംഗ് കൂടിയുണ്ട് ബിക്കോസ് ഐ എം അറ്റൻഡിങ് എ സ്മോൾ ബർത്ത്ഡേ സെലിബ്രേഷൻ ദിസ് ഈവനിങ്. അപ്പോൾ ഷോപ്പിംഗിനായി ഫസ്റ്റ് എൻ്റെ സ്പോട്ട് മിനീസോ ആയിരുന്നു ബിക്കോസ് ഐ ഫൈൻഡ് ലൈക്ക് സോ മെനി ക്യൂട്ട് സോഫ്റ്റ് ടോയ്സ് ഓവർ ദെയർ. ബട്ട് പിന്നെ ഞാൻ ഡിസൈഡ് ചെയ്തു ലൈക്ക് ഐ കുഡ് ഗെറ്റ് സംതിങ് എൽസ് ഫോർ ദ ബേബി. സോ അപ്പോൾ രണ്ടാമത് കയറിയത് R&Bയിലാണ്, നമ്മുടെ ലുലു മോളിലെ ഫസ്റ്റ് ഫ്ലോറിലുള്ള ഷോപ്പാണ്. സോ ഇവിടെ കയറിയപ്പോൾ ഞാൻ ടീഷർട്ട് ആൻഡ് ഷോർട്സിൻ്റെ ഒരു സെറ്റ് എടുക്കാമെന്ന് വെച്ചു, കാരണം 1 ഇയർ ബേബി അല്ലേ, അപ്പോൾ കുഞ്ഞിങ്ങനത്തെ എടുക്കാമെന്നാണ് ഞാൻ ആദ്യം പ്ലാൻ ചെയ്തത്. ബട്ട് ആ ഒരു സെക്ഷൻ നോക്കിയപ്പോൾ കളക്ഷൻ ചെറിയ കുറവായിരുന്നു. സോ നേരെ സിംഗിൾ പീസസിലോട്ട് പിന്നെ പോയി. മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാൻ 1 വയസ്സിൻ്റെ ഡ്രസ്സ് നോക്കിയില്ല, കാരണം കൊച്ചു കുട്ടികളാകുമ്പോൾ പെട്ടെന്ന് വളരും എന്ന് എല്ലാവരും പറയും. സോ 1.5-2 വയസ്സിൻ്റെ ഡ്രസ്സസാണ് ഞാൻ കൂടുതലും നോക്കിയത്. സോ ഫസ്റ്റ് ടൈം ഞാൻ R&Bയിൽ കയറിയുണ്ട് നമ്മുടെ ലേഡീസ് കളക്ഷനൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്തായിരുന്നു. ആൻഡ് ഗുഡ് ന്യൂസ് ടു ദോസ് ഹു ഓൾവേസ് റിലൈ ഓൺ Zudio ബിക്കോസ് ഹിയേഴ്സ് അനദർ ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്റ്റോർ ടു ആഡ് ടു അവർ ലിസ്റ്റ്. എനിവേ ഈ 2 ടീഷർട്ട്സാണ് ഞാൻ മോന് വേണ്ടി സെലക്ട് ചെയ്തത്. ഒന്ന് ഷോർട്ട് സ്ലീവും ഒന്ന് ഫുൾ സ്ലീവും ആയിട്ടുള്ളതാണ്. നമ്മുടെ ഈ ഷോപ്പിംഗ് പെട്ടെന്ന് കഴിഞ്ഞുകൊണ്ട് പിന്നെ വീണ്ടും കുറേ ടൈം ഉണ്ടായിരുന്നു മൂവിക്ക്. ലൈക്ക് മൂവിയുടെ ടൈം 1:30 ആയിരുന്നു. സോ നമ്മൾ ഈ ലുലുവിലെത്തിയത് അറൗണ്ട് 11:30 ഒക്കെ ആയി. സോ നല്ല ടൈം ഉണ്ടായിരുന്നു. സോ നേരെ നമ്മുടെ ഫൺചുരയുടെ അടുത്തുള്ള ലൈക്ക് ബൗളിംഗ് അല്ലിയുടെ ഓപ്പോസിറ്റുള്ള കോഫി ഷോപ്പിൽ പോയി. ലുലു മോളിലെ എൻ്റെ ഫേവറേറ്റ് സ്പോട്ട് ഇവിടെയാണ്, ദ കോഫി കപ്പിലെ സീറ്റിംഗ് സ്പേസ്. ബിക്കോസ് ഇത് പല ഷേപ്സിലുണ്ട്, റെക്റ്റാങ്കിൾ, സ്ക്വയർ, റൗണ്ട് ഷേപ്പ് എല്ലാം ഉണ്ട്. സോ ഞാൻ എപ്പോഴും ഈ റൗണ്ട് സ്പേസാണ് ഈ ചൂസ് ചെയ്യുന്നത് സ്ഥിരം. ഇത്തവണ എന്തായാലും നമ്മുടെ കോഫി കപ്പിലെ ചായ ഞാനൊന്ന് മാറ്റി പിടിച്ചു. ഒരു ഫിൽറ്റർ കോഫിയാണ് ഓർഡർ ചെയ്തത്, അതിൻ്റെ കൂടെ ഒരു ഗ്രിൽ ചിക്കൻ സാൻഡ്വിച്ചും. ഫിൽറ്റർ കോഫി കിട്ടിയത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ച് നല്ലപോലെ ആറ്റി അങ്ങ് കുടിക്കാനുള്ള ആവേശത്തിലായിരുന്നു. പക്ഷേ കുടിച്ചപ്പോഴാണ് ലാസ്റ്റ് മനസ്സിലായ ഷുഗർ ഇടാമെന്ന് മറന്നുപോയി. എന്തായാലും ചായ പോലെ തന്നെ ഇവിടുത്തെ ഫിൽറ്റർ കോഫിയും സൂപ്പറായിരുന്നു. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം ഇവിടുത്തെ. അപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ ഞാൻ നമ്മുടെ ഗ്രിൽ ചിക്കൻ സാൻഡ്വിച്ച് ഒന്ന് ട്രൈ ചെയ്തായിരുന്നു. ഐ ഡിഡൻറ്റ് ഫീൽ എനിത്തിങ് സ്പെഷ്യൽ അബൌട്ട് ഇറ്റ്, ബട്ട് ഇറ്റ് വാസ് ഓക്കെ. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ മൂവിയുടെ ടൈമായി. ലൈക്ക് 1:30 മൂവി, 1:28 ആയപ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങി ഓടിയത്. എങ്ങനെയൊക്കെ കറക്റ്റ് ടൈമിൽ എന്തായാലും എത്താൻ പറ്റി. അപ്പോൾ ഇന്ന് കാണാൻ പോയ മൂവി ഹലോ മമ്മിയാണ്. ആദ്യം തൊട്ട് അവസാനം വരെ ചിരിച്ചു മരിച്ചു എന്ന് തന്നെ പറയാം. ഇതിലെ മെയിൻ ആക്ടേഴ്സ് നമ്മുടെ ഷരഫുദ്ദീനും ഐശ്വര്യലക്ഷ്മിയാണ്. പിന്നെ അജു വർഗീസിൻ്റെയും ബിന്ദു പണിക്കറിൻ്റെയും അപ്പിയറൻസ് ഉണ്ട് ഇതിൽ. ബിന്ദു പണിക്കറിൻ്റെ റോൾ നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തതാണ്. നല്ല കോമഡി ഒരു ക്യാരക്ടറായിരുന്നു അതിൽ. ഓവറോൾ നോക്കുവാണെങ്കിൽ നമ്മുടെ രോമാഞ്ചം മൂവിയെ പോലെ തോന്നും. ലൈക്ക് അങ്ങനെ കഥയില്ല, ജസ്റ്റ് കോമഡി മാത്രം. പിന്നെ ഈ മൂവി കഴിഞ്ഞ് തീർന്നതും 2 മണിക്കൂറൊക്കെ കഴിഞ്ഞില്ലേ, അപ്പോൾ ചെറിയൊരു വിശപ്പിൻ്റെ അസുഖമുള്ള ആൾക്കാരായതുകൊണ്ട് നേരെ നമ്മുടെ വെൺപാലവട്ടത്തുള്ള അർബൻ സ്പേസിലോട്ട് കയറി. 4 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഈ അർബൻ സ്പേസിലെത്തിയായിരുന്നു. പിന്നെ വൈകുന്നേരം ഈ ചായ കുടിച്ചില്ലേ, എനിക്ക് ഈ തലവേദന ഉള്ളതുകൊണ്ട് ആദ്യമേ പോയി ഒരു സ്ട്രോങ് ചായ ഓർഡർ ചെയ്തു. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഷവർമയും കൂടെ ഓർഡർ ചെയ്തു. എപ്പോൾ പോയാലും നമ്മുടെ ഈ അർബൻ സ്പേസിൽ കുഞ്ഞു ഹട്ട് പോലത്തെ സ്ഥലത്ത് എപ്പോഴും ആൾക്കാർ കാണും. സോ ഇത്തവണ എന്തോ ഭാഗ്യത്തിന് ആളില്ലായിരുന്നു. സോ അവിടെ തന്നെ പോയി ഇരിക്കാൻ പറ്റി. ഞാൻ എന്തായാലും ഇവിടെ നിന്ന് ഓർഡർ ചെയ്തത് സ്പൈസി ഷവർമയായിരുന്നു. പിന്നെ വേറെയും കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു, പക്ഷേ നെക്സ്റ്റ് ടൈമിലേക്ക് ട്രൈ ചെയ്യാമെന്നങ്ങ് വെച്ചു. ആക്ച്വലി വേണ്ടാന്ന് വെച്ചതല്ല, പക്ഷേ നമ്മുടെ വയറ് സമ്മതിച്ചില്ലായിരുന്നു. ബിക്കോസ് 6 മണിക്ക് വീണ്ടും ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യേണ്ടതായിരുന്നു. നമ്മുടെ കോഫി കപ്പിലെ ഗ്രിൽ സാൻഡ്വിച്ച് കഴിച്ചിട്ട് ഞാൻ വേറെ ഒന്നും കഴിച്ചില്ല എന്ന് ആരും വിചാരിക്കേണ്ട. ബിക്കോസ് കുറച്ച് കപ്പാസിറ്റി കൂടുതലായതുകൊണ്ട് അത് കഴിഞ്ഞ് നേരെ മൂവിക്ക് കയറിയപ്പോൾ ഒരു പോപ്കോണും പിസയും ഓർഡർ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ അർബൻ സ്പേസിലോട്ട് വന്നത്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയപ്പോൾ കുറച്ച് ലേറ്റായി. സോ ഓടി പോകേണ്ടി വന്നു നമ്മുടെ ബർത്ത്ഡേ ഫംഗ്ഷന്. സോ 6 മണിക്കുള്ള ഫംഗ്ഷനായിരുന്നു. ഞാൻ അവിടെ എത്തിയത് 6:45 ഒക്കെ ആയി. അപ്പോഴേക്കും നമ്മുടെ കേക്ക് കട്ടിങ് കഴിഞ്ഞായിരുന്നു. പിന്നെ ഫോട്ടോ സെഷൻ സ്റ്റാർട്ടായി. നമ്മുടെ സ്കൂൾ ഫ്രണ്ട്സിനെ ആരെയും കാണുന്നില്ലായിരുന്നു. സോ നേരെ പോയി ഗിഫ്റ്റും കൊടുത്ത് ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ ഫുഡ് സെക്ഷനിലോട്ടങ്ങ് കയറി. എന്തായാലും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സ്കൂൾ ഫ്രണ്ട്സ് എല്ലാവരും എത്തിയത്. അപ്പോഴത്തേക്കും ഓൾറെഡി നല്ല ലേറ്റ് ആയിരുന്നു. സോ അവരുടെ കൂടെ ഞാൻ വീണ്ടും ഒരു ഫോട്ടോയും കൂടെ എടുത്തിട്ട് വീട്ടിലേക്ക് ഞാൻ തിരിഞ്ഞു. സോ വിത്ത് ദാറ്റ് ഐ എം റാപ്പിംഗ് അപ്പ് ടുഡേയ്സ് വ്ലോഗ്. And it's been such a lovely day for me, from shopping for the perfect gift to celebrating little Rishu's birthday. So thanks for tagging along, and if you enjoyed this video, don't forget to like, comment and subscribe. So until next time, good night everyone.